ഇത് ഇവിടെ കെട്ടിയാ പോരെ? ആ ഇത് ഇങ്ങനെ ഒന്നുകൂടെ ചുറ്റി തിരിച്ച്. ശരി, ഇങ്ങോട്ട് കേട്ടല്ലേ? അതെ. ഹായ്. ഹായ്. ഹലോ. ഈ എപ്പോഴും ഈ സമയത്താണോ ഓട്ടം? എപ്പോഴും ഈ സമയത്താണോ ജോഗിങ്? 2 വർഷമായിട്ട്. രണ്ടു വർഷമായിട്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ? താൻ പാടുവോ? ഇല്ല. ഞാൻ പാടും. ഓ, ഉദയനാണ് താരം സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനതിൽ പാടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ഹെഡ്ഫോൺസ്, വൈറ്റ്. പക്ഷെ ഞാൻ ജോഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ അടുത്ത ആരിൽ നിന്ന് സംസാരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ആരാ ഫേവറേറ്റ് മ്യൂസീഷ്യൻ? യാനി. ഓ യാനി. യാനിയാ? യാനിയാ? എടാ, നിനക്ക് യാനിനെ അറിയില്ല? ഓ, പൂർ പീപ്പിൾ. യാനി ഈസ് എ ഗ്രീക്ക് മ്യൂസിക് കമ്പോസർ, ബോൺ ഓൺ November 14th. He has spent his adult life in United States. He predominantly focused on instruments. യാനിയുടെ മോർണിംഗ് ലൈറ്റ്സ് കേട്ടിട്ടുണ്ടോ? ടിങ് 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 ടിങ്. ഓഫ്, എൻ്റെ ഫേവറേറ്റ്. ഞാൻ അയാളുടെ ഒരൊറ്റ പാട്ടേ കേട്ടിട്ടുള്ളൂ. ഹേയ്, ഹായ്. ഇന്നത്തെ ഒറ്റയ്ക്കായി പോയേ? നന്നായി. ഭയങ്കര സീരിയസ് ആണ് അയാൾ. ഏയ് പാവം. ആക്ച്വലി ഷീസ് മൈ ബെസ്റ്റി. സംസാരിക്കണേൽ നല്ല കമ്പനി ആവണം. ഇയാള് പിന്നെ വേറെ സിനിമയിലൊന്നും പാടിയില്ലേ? അത് പിന്നെ ഈ കോളേജും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് പിന്നെ മ്യൂസിക് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കോൺസേർട്ട് വരുന്നുണ്ട്. കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണോ? പിന്നെ ടിക്കറ്റൊക്കെ ഒരാഴ്ച മുമ്പ് സോൾഡ് ഔട്ട് ആയില്ലേ? AR റഹ്മാൻ അറിയില്ലേ? കേട്ടിട്ടുണ്ട്. ഈ ഡിസംബറിൽ പുള്ളിയുടെ ഒരു വേൾഡ് ടൂർ വരുന്നുണ്ട്. ടാലന്റഡ് ആയിട്ടുള്ളവരെയൊക്കെ പുള്ളി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പോ അതിനൊരുപാട് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഓ, അതിനൊക്കെ എവിടെ സമയം? ഇവിടെയുള്ള ഈ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ടല്ലോ, താജ്, മെറിഡിയൻ, ലീല, അവിടെയൊക്കെ ആയിരിക്കും മിക്കവാറും എൻ്റെ രാത്രികൾ. ഈ വെസ്റ്റ് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല പല സിംഹങ്ങളായിട്ട് ഞാനിങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഒരു സൂഫി കവാലി ലൈനായിരിക്കും. ഇന്ന് രാത്രി ഉണ്ട് ഒരു മുട്ടൽ പ്രോഗ്രാം. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതൊന്നും തുറന്നു പറയാൻ പറ്റാതെ 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അറിയോ, ഞാനന്ന് പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു. ഭയങ്കര ഡ്രാമ കയറുന്നു. ഇത് വേണ്ട, കുറച്ചും കൂടെ നാച്ചുറലായിട്ട്. ഞാനൊന്ന് പറഞ്ഞതിൽ 2 കാര്യം മാത്രം കള്ളായിരുന്നു. ബാക്കി മുഴുവൻ സത്യമായിരുന്നു. സത്യം. ഹലോ.
കിട്ടി 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 എനിക്ക് പിടിച്ചാ കിട്ടൂല. എടാ നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വേറെ ആരുമല്ലോ അടിച്ചത്, നിന്റെ പെണ്ണല്ലേ. നീ ഒരു കാര്യം ചെയ്യും, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അവളുടെ മുഖത്തിനൊന്ന് തിരിച്ചു കൊടുത്തോ. എങ്ങനെയുണ്ട്? അപ്പൊ നിന്റെ പ്രശ്നം തീരില്ലേ? ഞാൻ പുറത്തിരുന്നത് ആലോചിക്കട്ടെ. സ്റ്റോപ്പ്. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ടേ ഞാൻ വിടുള്ളൂ. 3-4 ദിവസമല്ല പുറകെ കൂടിയിട്ട്. എന്താ അത്ര വലിയ കാര്യം? ഞാനൊന്ന് പറഞ്ഞില്ലേ, അത് മുഴുവൻ സത്യമോ? അതിൽ ഒരു കാര്യം മാത്രം നുണയുള്ളൂ. ഓ, സത്യമായിട്ടും. ഇതാണ് രാജേഷ്. ഹായ്. വലിയ പാട്ടുകാരനാണെന്നൊക്കെയാ പറയുന്നത്. മോ നാട്ടിലെവിടെയാ? തൃശ്ശൂർ ആൻറ്റി. ഇടയ്ക്കൊക്കെ പോകുമ്പോ ഇതിലെ വരണേ. ഓ ഏയ്, പുള്ളി കൂടെ ഇല്ലെങ്കിൽ എ ആർ റഹ്മാൻ പാട്ട് വരില്ല അല്ലേ? ആണോ? ഏ ഫോൺ അടിക്കുന്നേ. കോഫി ഷോപ്പിൽ കാണാം. ഇനി എന്റെ എല്ലാ 1 മിനിറ്റ്. ഷുഗർ സെപ്പറേറ്റ് ആണോ? യെസ് മാഡം. താങ്ക് യു. ഷുഗർ സെപ്പറേറ്റ് ആണേ. ഓ എനിക്കതാ ഇഷ്ടം. ഇതിപ്പാര്? അത് എന്റെ ഫോൺ മിസ്സായെന്നറിയാം. ചാരു ചാരു വേണ്ട അമ്മാവൻ. നീ എവിടെയായിരുന്നു? എനിക്ക് കുറച്ച് ബ്രൗസിംഗ് ഉണ്ടായിരുന്നു. ആ ഈയിടെയായിട്ട് കുറച്ച് ബ്രൗസിംഗ് കൂടെ ഉണ്ട് കേട്ടാ. അടിച്ചു മാറ്റിയടാ ഞാൻ നമ്പർ. കിട്ടി അവിടെ നമ്പർ കിട്ടിയടാ. എന്താടാ? ആരാ ഇവിടെ കിടന്നാലറിയാ? രമ്യയുടെ നമ്പർ കിട്ടി. ഓഹോ, ഇപ്പോഴാണ് നമ്പർ കിട്ടുന്നത്. കഷ്ടം. ഇങ്ങനെ ഒരു പെണ്ണിന്റെ പുറകെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ എത്ര കാലം നടക്കണോ നീ? ടുട്ടു എടവൻ സീരിയസ് എന്നാണ് നിനക്ക്. ഒരു സീരിയസ് വെട്ടാളിയന്മാരെ, നമ്മുടെ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുക? അത് കുറച്ച് സ്നേഹയ്ക്കും കുറച്ച് സാറയ്ക്കും കുറച്ച് മഞ്ജുവിനും മിച്ചം വരുന്നത് പിന്നെ ജാസ്മിനെ അവളുടെ കൂട്ടുകാരിക്ക് കൂട്ടി കൊടുക്കും. അതാകുമ്പോൾ ഒരു തീട്ടിട്ട് പോയാൽ മറ്റൊരുത്തി എന്തായാലും കാണും. അതന്നെ കാണും. ഇതൊരുമാതിരി ഒറ്റ പെണ്ണിനെ പ്രേമിച്ച് അത് മിണ്ടിയില്ല നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരുമാതിരി. എടാ, പ്രേമിക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഇതൊരുമാതിരി ചുമ്മാ എന്തു കൂളേടാ നീ. ഇപ്പൊ ഞാൻ മാറിക്ക്. ഹൈറ്റും ഇല്ല എന്റെ. വിളിച്ചിട്ട് വേടാ. നീ ഒരു തിന്നാ ഇല്ല. ദേവന്റെ അടുത്തേക്ക് അല്ലേ വയറിറച്ചി കിട്ടിക്കോളൂ.